മാതുക്കുഞ്ഞേ മോനെ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ മാതുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. മാതുട്ടൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. 5ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ 5 ഗിഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രാമത്തെ ഗിഫ്റ്റാ? ഫസ്റ്റ്. ഇനി എത്ര ഗിഫ്റ്റ് കൂടെ ഉണ്ട്? 4. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാനാണെങ്കിൽ ബാക്കിയുള്ള ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം 4 ഗിഫ്റ്റാണ് ഉള്ളത്. ഒരു ഗിഫ്റ്റ് ഞാൻ കേക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നൊരു കുടുക്കയായിരുന്നു, പിന്നെ ഒരു ബുക്കും, പിന്നെ ഒരു ചെരുപ്പുമായിരുന്നു കേട്ടോ. ഇവന്മാർക്ക് 2 പേർക്കും ക്രോപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും സർപ്രൈസ് ആയിപ്പോയത് ഞാനാണ് കേട്ടോ. കാരണം ഇവന്മാരെക്കാട്ടിൽ 2 ഇഞ്ച് വലിയൊരു ക്രോപ്സ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ഒരു ക്രോപ്സ് മാത്രം ചേരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഗിഫ്റ്റ് ഞാൻ ശരിക്കും കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കൊടുക്കാം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇയാളുടെ ആ ഒരു വഴക്ക് കാരണം ഞാൻ സഖികെട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ. എൻ്റെ കുഞ്ഞ് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് താ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ശരണ തന്നില്ലെന്നേ. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഗിഫ്റ്റെല്ലാം എടുത്ത് അവന്മാരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവന്മാരല്ല, മാതുക്കുഞ്ഞിൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ അവനും ഈ ഒരു ക്രോപ്സ് ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ തുറന്നിട്ടുണ്ടായിരുന്നതും. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു സാധനം അവന് ഒട്ടും ചേരത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനാണ് നല്ല രീതിയിൽ സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പോയി അത് മാറി വേറൊരു ക്രോപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഇയാൾക്ക് 4 ഗിഫ്റ്റ് തന്നില്ലേ, അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? അത് 2 ഉള്ളൂ. ബുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം കൈതാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അതിനുശേഷം ഇവർ അമ്പലത്തിലൊക്കെ പോയിട്ട് ഉച്ചയൊക്കെ ആയി കേട്ടോ വന്നപ്പം. അതിനുശേഷം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ മാതൂട്ടൻ്റെ കേക്ക്. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു എനിക്ക് ബോട്ട് കേക്ക് മതിയെന്ന്. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷനൊന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓരോ പ്രാവശ്യവും ഓരോ സൈസ് കേക്കാണ് കേട്ടോ എൻ്റെ അടുത്ത് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം JCB, അതിന് മുന്നേ സ്പൈഡർമാൻ, ഇപ്പം ദാണ്ട ബോട്ടും. അതിനുശേഷം നമ്മൾ വൈകിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ, ചേച്ചിയുടെയും ചേട്ടൻ്റെയും. അവിടെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വൈബായിരുന്നേ. കുട്ടിപ്പട്ടാളങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ഈവൻ്റായിരുന്നു കേക്ക് കട്ടിങ്ങും ഈ ഒരു സെലിബ്രേഷനും എല്ലാം. അപ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഈ ഒരു കേക്കായിരുന്നു കേട്ടോ അവൻ്റെ 5ാമത്തെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ളത്. അവൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൻ്റെ കേക്ക് മതി എന്ന്. പക്ഷെ പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു കേക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് അവൻ തന്നെ ആദ്യത്തെ പീസ് എടുത്ത് കഴിച്ചു. സെൽഫ് റെസ്പെക്റ്റ് ആണല്ലോ ഏറ്റവും വലുത്, അതുകൊണ്ടായിരിക്കും അവൻ ആദ്യമേ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേശൂട്ടനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും അച്ഛനും നേരെ വീട്ടിലോട്ടും പോന്നിട്ടുണ്ടായിരുന്നേ. അമ്മ അവിടെ തന്നെ ആയിരുന്നു